എല്ലാവർക്കും വളരെ സന്തോഷം നിറഞ്ഞ ഓണമാവട്ടെ ഈ വർഷം എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഓണം റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം. ഇന്നിപ്പോ നമ്മള് അത്തായിട്ട് ഒരു പായസമാണ് റെഡിയാക്കുന്നത്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ അരിപ്പായസം. അരിപ്പായസത്തിന്റെ റെസിപ്പിയൊക്കെ കുറെ പേർക്ക് അറിയാവുന്നതൊക്കെ തന്നെയാണ്, പക്ഷെ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷെയർ ചെയ്യണം. അപ്പോൾ അത്തമായിട്ടൊരു മധുരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പായസത്തിന്റെ റെസിപ്പി തന്നെ തിരഞ്ഞെടുത്തത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ അരിപ്പായസം റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ അരിപ്പായസം ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ തേങ്ങയുടെ 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് അങ്ങനെ 3 പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കപ്പിന്, നമ്മുടെ മെഷറിംഗ് കപ്പിന് 1 കപ്പ് ഉണക്കലരിയാണ് എടുത്തിട്ടുള്ളത്. ഉണക്കലരി എന്ന് പറയുമ്പോൾ നുറുക്കരി അല്ല കേട്ടോ, മുഴുവനേ ഉള്ള അരിയാണ്. അപ്പോൾ ഈ 1 കപ്പ് അരിക്കായിട്ട് ഞാനിപ്പോൾ ഒരു 400 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം ഇത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ മധുരം കുറച്ച് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെയുള്ള നീളത്തിൽ വലിയ അരിയാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് തന്നെ മുറിച്ചിട്ട് 2ആയിട്ട് മുറിഞ്ഞിട്ടുള്ള ആ നുറുക്കരിയായിട്ടും കിട്ടും. ആ അരിയും യൂസ് ചെയ്യാം. അപ്പോൾ കുക്കിംഗ് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. ഇതിപ്പോൾ നമുക്ക് ഒന്ന് വാഷ് ചെയ്തിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് അരി വേവിക്കുന്നതെങ്കിൽ 1 വിസിൽ വരുന്നത് വരെ കുക്കറിൽ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ സോക്ക് ചെയ്യാത്തതുകൊണ്ട് 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യുന്നുണ്ട്. അരി ഓവർ കുക്കായി പോവില്ല കേട്ടോ. കുത്തരി ഉണക്കലരിയൊക്കെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ 4-5 പ്രാവശ്യം വാഷ് ചെയ്യുക. നമ്മുടെ വെള്ളം ഒന്ന് ക്ലിയർ ആയി വരുന്നത് വരെ വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം അരി വാഷ് ചെയ്തെടുക്കട്ടെ, അതിനുശേഷം നമുക്ക് കുക്ക് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ അരി നന്നായി വാഷ് ചെയ്തതിന് ശേഷം കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ തേങ്ങയുടെ 3-ാം പാലാണ് കേട്ടോ ചേർക്കുന്നത്. 3-ാം പാലിൽ വേവിക്കുമ്പോൾ നമ്മുടെ അരിക്ക് ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും കൂടി വരും. അതുപോലെ തന്നെ പായസത്തിനും ടേസ്റ്റ് കൂടും. അപ്പോൾ നിങ്ങൾക്ക് 3-ാം പാൽ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വെറുതെ വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടം. ഞാൻ ടേസ്റ്റ് കൂടുന്ന കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു അരി ഇനി കുക്കായി വരട്ടെ. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ 2 വിസിൽ വരുന്നത് വരെ വയ്ക്കുന്നത്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ശർക്കര മെൽറ്റ് ചെയ്തെടുക്കാം. ശർക്കര മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ ശർക്കര ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചോ മുറിച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഈ 400 ഗ്രാം ശർക്കരയിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഞാൻ മെൽറ്റ് ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശർക്കര പാനിയിൽ കുറച്ച് സമയം അരി ഒന്ന് വരട്ടിയെടുക്കണം. അതുകൊണ്ടാണ് 400 ഗ്രാം ശർക്കരയ്ക്ക് 1 കപ്പ് വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ വരട്ടിയെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ 1/4 കപ്പോ 1/2 കപ്പോ വെള്ളം ചേർക്കാം. 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും ആവേണ്ട ആവശ്യമില്ല. ശർക്കര ഒന്ന് മെൽറ്റായി വന്നാൽ മതി. പരിപ്പ് പായസത്തിന് വരട്ടുന്നത് പോലെ അത്രയും വരട്ടണ്ട കേട്ടോ. ഈ ഒരു അരിപ്പായസത്തിന് വരട്ടുമ്പോൾ വരട്ടിയെടുക്കണം. വരട്ടിയെടുക്കുന്നതിലാണ് പായസത്തിൻ്റെ ടേസ്റ്റ് എങ്കിലും പരിപ്പ് പായസം ആകുമ്പോൾ നന്നായിട്ട് വരട്ടിയെടുക്കണം. അരിപ്പായസം ആകുമ്പോൾ നമ്മൾ അത്രയും വരട്ടേണ്ട. പിന്നെ നമ്മുടെ പായസം റെസിപ്പീസിൻ്റെ വീഡിയോസ്, പായസം റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് തന്നെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പലരും സദ്യ റെസിപ്പീസ് ചോദിക്കുമ്പോൾ ചെയ്ത പായസങ്ങൾ തന്നെ വീണ്ടും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ പായസം റെസിപ്പീസിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ പായസത്തിൻ്റെയും റെസിപ്പി കിട്ടും കേട്ടോ. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പായസങ്ങളാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഗോതമ്പ് പായസമാണ് അടുത്തത്. അപ്പോൾ നമുക്ക് ഓണത്തിന് മുന്നേ ആയിട്ട് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു ഓരോ പായസങ്ങളും. അതുപോലെ തന്നെ നമ്മൾ ഈ പായസം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല കറുത്ത ശർക്കര, ഞാൻ എപ്പോഴും പറയാറുണ്ട് ഡാർക്ക് കളറുള്ള ശർക്കര യൂസ് ചെയ്യാം മാക്സിമം. അപ്പോൾ നമ്മുടെ പായസത്തിന് നല്ല കളർ ഉണ്ടാവും. അപ്പോൾ കുക്കറിന് 2 വിസിൽ വരട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ശർക്കരയും മെൽറ്റായി വരട്ടെ. അപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഇത് മാറ്റി വയ്ക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ അരിയും കുക്കായി വന്നിട്ടുണ്ട്. നമ്മളൊഴിച്ച തേങ്ങാപ്പാലൊക്കെ വറ്റി കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ അരി കുക്കായിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി തേങ്ങയുടെ 3-ാം പാൽ തന്നെ ഒഴിച്ചിട്ട് ഒന്ന് 5 മിനിറ്റ് തുറന്ന് വെച്ചിട്ട് തന്നെ തിളപ്പിക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുക്കായി കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ശർക്കര പാനിയിൽ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന അരി ഒന്ന് വരട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മളിതാ നമ്മുടെ പായസം റെഡിയാക്കാനായിട്ട് ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളിയിലേക്ക് ഞാൻ ആദ്യം നമ്മുടെ
ശർക്കര പാനി ആഡ് ചെയ്യാം കേട്ടോ. ശർക്കര അരിച്ചെടുത്തതാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറും കൂടി ചേർക്കുക. നമ്മുടെ ശർക്കരയും ചോറും ചേർന്ന് തിളച്ചു തുടങ്ങി. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ ശർക്കര പാനി നന്നായിട്ട് വറ്റി വരണം കേട്ടോ. അതുവരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. വേറെ ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ ചേർക്കുന്നത് കുറച്ച് ഏലക്കപ്പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ജീരകപ്പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ ജീരകപ്പൊടി ചേർക്കാറില്ല. ഇപ്പോൾ ഏലക്കപ്പൊടി ചേർക്കും. അതുപോലെ തന്നെ നമ്മൾ അവസാനവും ഏലക്കപ്പൊടി ചേർക്കും കേട്ടോ. 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മുടെ ചോറിന് ആ ഏലക്കയുടെ ഫ്ലേവർ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചേർക്കുന്നത്. പിന്നെ ഒരു 2 പിഞ്ച് ഉപ്പും കൂടി ചേർക്കുക. നമ്മുടെ ശർക്കര പായസമാകുമ്പോൾ മധുരം ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. വേറെ കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെയ്യാനില്ല. പിന്നെ നിങ്ങൾക്ക് നെയ്യിൽ വരട്ടി അരവണ പായസം പോലെയൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചിട്ട് വരട്ടുക. അപ്പോൾ അത് അരവണയുടെ പ്രിപ്പറേഷൻ വേറെയാണ് കേട്ടോ. ഇതുപോലെ തന്നെയല്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതിലേക്ക് നെയ്യ് ഇപ്പോൾ ഒഴിക്കുന്നില്ല. നമ്മൾ ഗോതമ്പ് പായസം അതുപോലെ പരിപ്പ് പായസമൊക്കെയാണല്ലോ നെയ്യിൽ വരട്ടുന്നത്. അരി പായസം നെയ്യിൽ വരട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നെയ്യ് ഒഴിക്കണം എന്നുണ്ടെങ്കിൽ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിലൊരു കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് വരട്ടി എടുക്കട്ടെ. ഇപ്പോൾ ഇതാ ഞാനൊരു 10 മിനിറ്റ് ആയിട്ടോ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി അരിയിലേക്ക് നമ്മുടെ ചോറിലേക്ക് നന്നായിട്ട് പിടിച്ചു വരുന്നുണ്ട്. അപ്പോൾ ചോറ് കുക്കാവാതെ ശർക്കരപ്പാനിയിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കുക്കായി കിട്ടില്ല കേട്ടോ. കറക്റ്റായിട്ട് അരി വേവിച്ചതിന് ശേഷം മാത്രമേ ശർക്കരപ്പാനിയിലേക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ശർക്കരപ്പാനി ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒട്ടും തന്നെ അരി കുക്കാവില്ല. ആ അരിയുടെ ആ ഒരു ബലം അങ്ങനെ തന്നെ നിൽക്കും. അതെപ്പോഴും ശ്രദ്ധിക്കുക. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പാൽപ്പായസം ചെയ്യുകയാണെങ്കിൽ പഞ്ചസാര ചേർക്കില്ല അരി കുക്കാവാതെ. അതുപോലെ തന്നെയാണ് ശർക്കര പായസം ചെയ്യുമ്പോൾ അരി കുക്കാവാതെ, അടയാണെങ്കിലും അരിയാണെങ്കിലും കുക്കാവാതെ തന്നെ നമ്മൾ ശർക്കര ചേർക്കാതിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈസി പ്രഷർ കുക്കർ പാൽ പായസത്തിൽ നമ്മൾ ഈ സെയിം പായസം തന്നെ പാൽപ്പായസമായിട്ട് കുക്കറിൽ ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അമ്പലപ്പുഴ പാൽപ്പായസം ചെയ്യില്ലേ, അപ്പോൾ അത് പാൽപ്പായസത്തിൻ്റെ റെസിപ്പി. ഇതാകുമ്പോൾ നമ്മുടെ ശർക്കര പായസത്തിൻ്റെ റെസിപ്പി. കൂടുതൽ ആളുകൾക്കും ഡയബറ്റിക്കൊക്കെ ആയതുകൊണ്ട് ശർക്കര പായസമായിരിക്കും താല്പര്യം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ശർക്കര പായസം ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് 2-ാം പാല് ചേർക്കാം കേട്ടോ. 2-ാം പാല് ചേർത്തിട്ടാണ് നമ്മൾ തീരുമാനിക്കുക നമുക്ക് പായസത്തിൻ്റെ അളവ് എത്ര വേണം എന്നുള്ളത്. രണ്ടാം പാല് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ വീണ്ടും നല്ല ലൂസായിട്ടുള്ള പായസം ആയിക്കഴിഞ്ഞു. ഇനി ഇതും ഒന്ന് കുറുകി വരണം. ആദ്യം കുറുകി അത്രയും കുറുകേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ചൊന്ന് കുറുകിയാൽ മതി. അപ്പോൾ ഞാൻ കുറച്ചുകൂടി പാല് ചേർക്കുന്നുണ്ട്. ശർക്കരയുടെ അളവ്, തേങ്ങാപ്പാലിൻ്റെ അളവൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കേട്ടോ. കറക്റ്റായിട്ടുള്ള എല്ലാ മെഷർമെൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ വെള്ളത്തിലാണ് അരി വേവിക്കുന്നതെങ്കിൽ 3-ാം പാലിൻ്റെ അളവ് അതിൽ നിന്ന് മാറ്റാം. അത്രയേ ഉള്ളൂ. ബാക്കിയുള്ള അളവുകളെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മെഷർമെൻറ്റ്സ് കിട്ടും. ഇനി ഇതൊന്ന് തിളച്ച് ഒന്ന് കുറുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കാൻ തേങ്ങക്കൊത്ത് നെയ്യിൽ ഫ്രൈ ചെയ്തിട്ട് ചേർക്കാം കേട്ടോ. ഞാൻ ചേർക്കുന്നില്ല. ഞാനിപ്പോൾ ഈ അരിപ്പായസത്തിൽ ചേർക്കാറില്ല. ചില പായസങ്ങളിലാണ് നമ്മൾ തേങ്ങക്കൊത്ത് നെയ്യിൽ ഫ്രൈ ചെയ്തിട്ട് ചേർക്കുക. താല്പര്യമുണ്ടെങ്കിൽ ഒരു 4-5 ടേബിൾ സ്പൂൺ തേങ്ങക്കൊത്ത് നെയ്യിൽ ഫ്രൈ ചെയ്തിട്ട് ചേർക്കാവുന്നതേ ഉള്ളൂ ഇതിലേക്ക്. നമ്മൾ ഈ തേങ്ങാപ്പാൽ എടുക്കുക എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പായസം ചെയ്യാനായിട്ട്. ബാക്കി എല്ലാം എളുപ്പമാണ്. കുക്കറിൽ അരി വേവും. നമ്മുടെ അടപ്രഥമൻ്റെ അത്രയും പോലും ജോലിയില്ല അരിപ്പായസം എന്ന് പറയുമ്പോൾ. കുക്കറിൽ അരി വേവിച്ച് കഴിയുമ്പോൾ നമ്മളിതുപോലെ ശർക്കരപ്പാനിയിൽ ഒന്ന് വരട്ടിയെടുക്കുക. പിന്നെ 2-ാം പാലും 1-ാം പാലും ചേർക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. എളുപ്പമാണ് പായസം. ചില പായസങ്ങൾ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത് അതാണ്. ഒന്ന് ഇളക്കി ഈ ബബിൾസ് ഒന്ന് കുറഞ്ഞു വരുമ്പോൾ ചേർക്കുക കേട്ടോ. നല്ല തിളയുള്ള സമയത്ത് 1-ാം പാല് ചേർത്തിട്ടുണ്ടെങ്കിൽ പാല് പിരിഞ്ഞു വരും. അതുകൊണ്ടാണ്. ഞാൻ എന്താ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് 1-ാം പാല് ചേർക്കുന്നത്. ഇനി ഈ ചൂടിൽ തന്നെ ഇരുന്നിട്ട് പാല് മിക്സ് ആയിക്കോളും. കണ്ടോ, ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പാല് ചേർക്കുകയും ചെയ്യുക, ഇളക്കി കൊടുക്കുക.
നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്താൽ മതി. പിന്നെ ഞാനിപ്പോൾ വലിയ ബർണറിലാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾ ചെറിയ ബർണറിലാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണെങ്കിലും തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. പക്ഷെ തിളയ്ക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഇതൊന്ന് കുറുകി വരും കേട്ടോ. ഇനിയും ഈ പായസം ഇപ്പോൾ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആണെങ്കിലും ഇതൊന്നുകൂടി ഒന്ന് കുറുകി വരും ചൂട് കുറയുന്നതനുസരിച്ച്. അതനുസരിച്ച് നമ്മൾ നമ്മുടെ തേങ്ങാപ്പാൽ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് വീണ്ടും ഏലക്കപ്പൊടി. അപ്പോൾ നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ ഏലക്കപ്പൊടി, ചുക്കുപൊടി, ജീരകപ്പൊടി ഒക്കെ ചേർക്കാറുണ്ട്. ഞാൻ ഏലക്കപ്പൊടി മാത്രമേ ചേർക്കുള്ളൂ. ചുക്കുപൊടി ചേർക്കുന്നത് നമ്മുടെ പരിപ്പ് പായസത്തിലാണ്. ഏലക്ക പഞ്ചസാരയും ചേർത്ത് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പായസം റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ, ഇതുപോലെ സദ്യ റെസിപ്പീസൊക്കെ ചെയ്യേണ്ട സമയമാകുമ്പോൾ നമ്മൾ കുറച്ച് ഏലക്കൊക്കെ നേരത്തെ പൊടിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും കാര്യങ്ങൾ. ഒരുമിച്ച് തന്നെ ഏലക്കൊക്കെ പൊടിച്ച് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാം. 1, 2, 3 പായസങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളത് നമ്മൾ ഒരുമിച്ച് തന്നെ പൊടിച്ചു വയ്ക്കുക. എപ്പോഴും ഏലക്ക പൊടിച്ചെടുക്കണ്ട. പിന്നെ ഫ്രഷായിട്ട് പൊടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ കൂടുതലായിട്ട് നിൽക്കും. എങ്കിലും ജോലി എളുപ്പമാക്കാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ വേറെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യ് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ പായസത്തിൽ നെയ്യ് ചേർത്ത് വരട്ടാത്തതുകൊണ്ട് കുറച്ച് നെയ്യ് കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് കാഷ്യൂനട്ട്, ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും പറയാനില്ല കേട്ടോ. കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് റൈസിൻസും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. ഇതിന് സാധാരണ ഇളക്കി കൊടുക്കുന്ന പോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്ത് ചേർക്കുന്നുണ്ടെങ്കിൽ ആദ്യം തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം മാത്രം നമ്മുടെ കാഷ്യൂനട്ടും റൈസിൻസും ചേർക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തിൻ്റെ കുക്കിംഗ് ടൈം കൂടുതലാണ്, കാഷ്യൂനട്ടിന് അത്രയും കുക്കിംഗ് ടൈം ഇല്ല. റൈസിൻസ് ആകുമ്പോൾ അതിലും കുറവാണ്. അപ്പോൾ ഒന്നുകിൽ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റുക, ഇല്ലെങ്കിൽ തേങ്ങാക്കൊത്ത് ഫ്രൈ ആയി പകുതിയായി വരുമ്പോൾ കാഷ്യൂനട്ട് ചേർക്കുക. കാഷ്യൂനട്ടിൻ്റെ കളറൊന്ന് മാറി തുടങ്ങുമ്പോൾ നമ്മുടെ റൈസിൻസ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ അധികം അങ്ങോട്ട് കളർ മാറ്റിയെടുക്കില്ല കേട്ടോ. ഞാൻ എപ്പോഴും പായസം റെസിപ്പീസ് ചെയ്യുമ്പോൾ പറയാറുണ്ട്, ഇത്രയുമേ ഞാൻ കളർ മാറ്റുള്ളൂ. ഇത്രയും ആകുമ്പോൾ നമ്മുടെ റൈസിൻസും കൂടി അങ്ങ് ആഡ് ചെയ്യും. അപ്പോൾ റൈസിൻസ് കറക്റ്റ് ആയി വരുമ്പോൾ കാഷ്യൂനട്ട് കറക്റ്റ് ആ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറിയിട്ടുണ്ടാവും. ഡാർക്ക് ബ്രൗൺ ആയി പോവില്ല, കരിഞ്ഞു പോവില്ല. അപ്പോൾ നമ്മുടെ കാഷ്യൂനട്ടും റൈസിൻസും റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാനിത് റെഡിയാക്കി പായസത്തിലേക്ക് ആഡ് ചെയ്യാണ്. കുറച്ച് ബാക്കി വയ്ക്കുന്നുണ്ട് ഒന്ന് ഫൈനൽ ഗാർണിഷ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇതാ ഞാൻ പായസത്തിലേക്ക് കാഷ്യൂനട്ടും റൈസിൻസും ആഡ് ചെയ്തു. ഇനി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. കണ്ടോ, പായസം കുറുകി തുടങ്ങി. ഇനിയും ഒന്നുകൂടി ഒന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റണോ, ഉരുളിയിൽ തന്നെ വയ്ക്കണോ, അതൊക്കെ നമ്മുടെ സൗകര്യം. ഞാനിപ്പോൾ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കട്ടെ. അതിനുശേഷം പായസം എടുത്തു വയ്ക്കാൻ പോകണമെന്ന് വെച്ചാൽ പായസം കഴിക്കാൻ ആളില്ല. രാജുവേട്ടൻ വന്നിട്ടില്ല. രാജുവേട്ടൻ വന്നു കഴിഞ്ഞിട്ടാണ് പായസം ടേസ്റ്റ് ചെയ്യുക. പായസത്തിൻ്റെ ആൾ രാജുവേട്ടനാണ്, കിച്ചൂസ് അല്ലല്ലോ. കിച്ചൂസിന് ഈ ഒരു പായസമൊന്നും താല്പര്യമില്ല. അതുകൊണ്ട് രാജുവേട്ടൻ വരുമ്പോൾ നമുക്ക് ചെറിയ ചൂടുള്ള പായസം കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ ചൂടൊക്കെ കുറഞ്ഞു വരും, അപ്പോഴേക്ക് എത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഈസി ആയിട്ടുള്ള അരിപ്പായസം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും മറക്കാതെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ പായസം റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പായസത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, പായസം ഉണ്ടാക്കി കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.